നിമിഷപ്രിയയായിട്ട് ബന്ധപ്പെട്ട കേസ്, അതിൽ തന്നെ നിലവിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതി, ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഒരു പാഠമുണ്ട്. ഒന്നാമതായിട്ട്, ശിക്ഷ എന്നത് പകയല്ല, പകയിൽ അധിഷ്ഠിതമായ നടപടിയല്ല ശിക്ഷ എന്ന ഒരു വസ്തുത ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനൊന്ന് ചിന്തിച്ചൊരു കാര്യമാണ്. പകയല്ല ശിക്ഷ എന്ന്. ഞാനീ വീഡിയോ ചെയ്യുന്നതിൻ്റെ അർത്ഥം നിമിഷപ്രിയ അപരാധിയാണോ നിരപരാധിയാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് വേറെ കാര്യം. പക്ഷെ ശിക്ഷാ നടപടി എന്നത് പകയിൽ അധിഷ്ഠിതമായതല്ല എന്നൊരു വസ്തുത ബോധ്യപ്പെടുന്നുണ്ട്. കാരണം ഇസ്ലാമിലെ ശിക്ഷാ നടപടികളെയും അതുപോലെ തന്നെ മറ്റ് ക്രിമിനൽ കാര്യങ്ങളോടുള്ള സമീപനങ്ങളിലും പല മേഖലകളിലും ചർച്ച ചെയ്യുന്നത് ബോക്കോ ഹറാമിനെയും താലിബാനെയും IS ഒക്കെ ചുറ്റിപ്പറ്റിയാണ്. അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ അജണ്ടകളെയും അവർ ഉണ്ടാക്കിയ നിയമങ്ങളെയും ബേസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കുന്നവർ സംസാരിക്കാറുള്ളത്. അതേ സമയത്ത് അതല്ല ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖമെന്നും ക്രിമിനൽ കുറ്റങ്ങളോട് ഇസ്ലാമിൻ്റെ നിലപാടുകൾ ഇന്ന് കാണുന്ന തരത്തിൽ ലിഖിതവും എന്നാൽ വളരെ ഗവേഷണ നിരീക്ഷണ പഠനങ്ങൾക്ക് ശേഷമുള്ള തരത്തിൽ ക്രമീകരിച്ചതാണെന്നുമുള്ള ബോധ്യം ഇതിലൂടെ ഉണ്ടാവുന്നുണ്ട്. ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്നത് അയാളോടുള്ള പകയല്ല, അത് നീതി നടപ്പാക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു തലമാണ്. പകയോടുകൂടിയാണ് സമീപിക്കുന്നതെങ്കിലാണ് താലിബാൻ ചെയ്യുന്നത് പോലെ IS ചെയ്യുന്നത് പോലെ ഇസ്ലാമിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ നിയമങ്ങൾ. ഇസ്ലാമിൽ ഒരു ക്രിമിനൽ നിയമത്തോട് ഒരു സമീപനം കാണിക്കുന്നുണ്ടെങ്കിൽ അത് കല്ലെറിഞ്ഞു കൊല്ലുന്നതാണെങ്കിലും വധശിക്ഷയാണെങ്കിലും കൈവെട്ടുന്നതാണെങ്കിലും അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. മോഷ്ടാവ് എന്ന ലേബൽ വരുമ്പോഴേക്ക് അയാളെ കൈവെട്ടാൻ നിയമമില്ല. വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു എന്നതുകൊണ്ട് ഉടനെ തന്നെ അയാളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന നിയമമില്ല. ഓരോ ശിക്ഷാ നടപടികൾക്കും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സാക്ഷികൾ, മറ്റു കാര്യങ്ങൾ ഇതിനെല്ലാം അവലംബിച്ചുകൊണ്ട് ഏറ്റവും അവസാനമായി അത്രയും സൂക്ഷ്മമായി സ്വീകരിക്കുന്ന നടപടികളാണ് ഇതെല്ലാം. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് അനുകൂലമായതും വിമർശനാത്മകവുമായ ലേഖനങ്ങളും എഴുത്തുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതലും ഇതിലെ ഷെയ്ഖുന AP ഉസ്താദിൻ്റെ ഇടപെടലിനെ അനുകൂലിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടുമാണ് എഴുത്തുകൾ വരുന്നത്. എങ്കിലും ചില വിമർശനങ്ങളുണ്ട്. വിമർശനങ്ങൾ അപ്പാടെ തള്ളിക്കളയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വിമർശനങ്ങളാണ് പലപ്പോഴും വസ്തുതകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സഹായിക്കുക. വിമർശനങ്ങളെ ഒരു വസ്തുതാപരമായി വിമർശിക്കണം, വസ്തുതയെ പഠിച്ചുകൊണ്ട് വിമർശിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ അത് വെളിപ്പെടുത്താൻ സഹായിക്കുമെന്നതാണ് എൻ്റെ ബോധ്യം. അതാണ് ഇതിലും സംഭവിച്ചിട്ടുള്ളത്. നിലവിൽ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ നമ്മൾ ഓട്ടോറിക്ഷയായിട്ട് ഇന്ത്യ മുഴുവനും സഞ്ചരിക്കാൻ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പുറപ്പെട്ട നമ്മുടെ സലാ സൽമാൻ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. രണ്ട് തരത്തിലാവണതും അങ്ങനത്തെ ഓരോ കേസുകളാണ് ബന്ധപ്പെട്ട്. പക്ഷെ ഈ ഒരു യാത്രക്ക് നമ്മളെ ഇറങ്ങിയിട്ട് ഓൾ ഇന്ത്യ നമ്മൾ ചുറ്റിയപ്പോഴാണ് ഈ കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇന്ത്യന്റെ പുറത്തേക്ക്, ഇന്ത്യൻ്റെ പുറത്ത് ഇത്രയും പവറുള്ള, ഇത്രയും ആത്മീയതയിലായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ ഇത്രയും പവറുള്ള ഒരു മനുഷ്യൻ, മനുഷ്യന് സോറി അങ്ങനെ ഉദ്ദേശിച്ചല്ല, ഒരു എത്ര മാനായ വ്യക്തി വേറെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഉസ്താദിന്റെ സ്ഥാപനങ്ങൾ, ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ അദ്ദേഹം പറയുന്നത് ഒരുപാട് വിയോജിപ്പുകളുണ്ട്. പക്ഷെ കാന്തപുരം ഉസ്താദിനെ അടുത്തറിയാൻ എന്നെ സഹായിച്ചത് ഈ യാത്രയാണ്. ഈ യാത്രയിലെ എമ്പാടും ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞതിനാകത്തുകയാണ് ഞാൻ പറയുന്നത്. കാന്തപുരം ഉസ്താദിന്റെ വലുപ്പവും അദ്ദേഹത്തിന്റെ ത്രാണി എന്താണെന്നും അദ്ദേഹത്തിന്റെ ശേഷി എന്താണെന്നും മനസ്സിലാക്കാൻ എനിക്ക് എൻ്റെ യാത്ര സഹായിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ. ചെല്ലുന്ന ഏകദേശ സംസ്ഥാനങ്ങളിലും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കാന്തപുരത്തിന്റെ സ്വാധീനവും പ്രവർത്തനവും സ്ഥാപനങ്ങളും ഒക്കെ അദ്ദേഹം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ആ വീഡിയോ ഒക്കെ പലപ്പോഴും ഞാനും കണ്ടിരുന്നു. അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണങ്ങൾ, സൗകര്യങ്ങൾ ഇതെല്ലാം കണ്ടിരുന്നു. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. കിണറ്റിലെ തവളകളായി ജീവിക്കുന്ന ആളുകളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള മഹാമനീഷികളെ വിമർശിക്കാൻ മുന്നോട്ട് വരുന്നത്. വിമർശിക്കാനല്ല, ആക്ഷേപിക്കാനും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനൊക്കെ മുന്നോട്ട് വരുന്നത്. അതേ സമയത്ത് പുറത്തിറങ്ങി ലോകപരിചയമുള്ള പൊതുവിജ്ഞാനമുള്ള ആരും ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ ഉണ്ടാക്കാൻ മുതിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരാളെക്കുറിച്ച് പഠിക്കുമ്പോഴാണല്ലോ അദ്ദേഹത്തെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക. രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും പദ്ധതികളുമായിട്ട് ഷെയ്ഖുന മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും കൃത്യമായി മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷെയ്ഖുന എന്താണോ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അത് തന്നെയാണ് ഈ സ്ഥാപനങ്ങളിലൂടെയൊക്കെ ഉസ്താദ് പഠിപ്പിക്കുന്നതും പഠിക്കാനും പ്രേരിപ്പിക്കുന്നതും. ഉസ്താദ് എന്ന് പറഞ്ഞത് ഒരു മനുഷ്യത്വപരമായ സമീപനമാണ് ഞാൻ കാണിച്ചത്. ഒരു മനുഷ്യനൊരു പ്രയാസം വരുന്ന സമയത്ത് മതം മറന്ന്, ജാതി മറന്ന് കൂടെ നിൽക്കുക, രാജ്യത്തിൻ്റെയോ മതത്തിൻ്റെയോ ഒന്നിൻ്റെയും അതിർവരമ്പുകളില്ലാതെ അദ്ദേഹത്തെ സഹായിക്കുക, അതിനോട് സഹകരിക്കുക, അവർക്ക് മാനുഷികമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക.
ഇതാണ് താൻ ചെയ്തതെന്ന് ഷെയ്ഖുൻ എന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാന്തപുരം ഉസ്താദ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ഈ പാഠ്യപദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനങ്ങളിലെല്ലാം പഠിപ്പിക്കുന്നതും. ഈ സ്ഥാപനങ്ങളിലെ അധ്യാപകർ നൽകുന്ന ഉപദേശവും നിർദ്ദേശവും ഇതിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മനുഷ്യത്വപരമായ അധ്യാപനങ്ങളാണ് മർക്കസ് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾ, സ്ഥാപനങ്ങൾ ഇവയെല്ലാം നൽകുന്നത്. ഇത് മനസ്സിലാക്കുന്നിടത്ത് വരുന്ന പോരായ്മകളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ആക്ഷേപിക്കാനും പരിഹസിക്കാനും ചിലരെ പ്രേരിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഉണ്ടാക്കുന്ന ബിൽഡിങ്ങുകളുടെയും കെട്ടിടങ്ങളുടെ അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളുടെ ബാഹുല്യമോ കെട്ടിടത്തിന്റെ ഭംഗിയോ ഉയർച്ചയോ കണ്ടല്ല ഒരു ആലിമായ ഒരു പണ്ഡിതനെ വിമർശിക്കേണ്ടതും അനുകൂലിക്കേണ്ടതും. ആ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാർ, അവിടെ പഠിക്കുന്നവർ, അവർക്ക് എന്ത് നൽകുന്നു, ഏത് തരത്തിൽ നൽകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ. അവിടെ നിന്ന് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരം സമീപനങ്ങളോട് യോജിക്കാവുന്ന തരത്തിൽ ഇത്തരം സമീപനങ്ങളാണ് ജീവിതത്തിൽ പുലർത്തേണ്ടത് എന്ന തരത്തിലുള്ള അധ്യാപനങ്ങളാണ് നൽകുന്നതെങ്കിൽ ഇന്ന് ഒരു കാന്തപുരം ഉസ്താദാണെങ്കിൽ നാളെ അത് 1 അല്ല 10 അല്ല 1000 അല്ല 10000 അത് വർദ്ധിക്കും. ഇനി വരുന്ന ലോകാവസാനം വരെയുള്ള സാമൂഹിക ജീവിതത്തിൽ ഷെയ്ഖുനെ പോലെയുള്ള ഇടപെടലുകൾ നടത്താൻ ആ വിദ്യാർത്ഥികൾക്കും അവർ പഠിപ്പിച്ചെടുക്കുന്ന അടുത്ത തലമുറക്കും അത് കഴിഞ്ഞിട്ടുള്ള തലമുറക്കും സാധിക്കും എന്നതാണ് വാസ്തവം. അതിനെ മനസ്സിലാക്കുന്നിടത്താണ് പലർക്കും അബദ്ധം സംഭവിക്കുന്നത്. ഏതായാലും ഉസ്താദിന്റെ ഈ ശ്ലാഘനീയമായ പ്രവർത്തനം അത് നമുക്ക് മാതൃകയാണ്. അതിനോട് കൂടുതൽ ഓരം ചേർന്ന് നിൽക്കുകയാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.